IPL ഫൈനൽ കാണാതെ സഞ്ജുവിന്റെ രാജസ്ഥാൻ പുറത്തായിരിക്കുന്നു. രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദിനോട് തോറ്റാണ് മടക്കം. 36 റൺസിനായിരുന്നു തോൽവി. ജ്യോതിഷ് മോഹനൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജ്യോതിഷ്, സഞ്ജുവിന്റെ രാജസ്ഥാൻ ഫൈനലിലേക്ക് എത്തുമോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ തോൽക്കുകയാണ്. കളിയുടെ വിശദാംശങ്ങൾ. പൂജ, ഒരു നിരാശകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. നമ്മളേറെ പ്രതീക്ഷിച്ചാണ് ഒരു മലയാളി ഒരു IPL ട്രോഫി ലിഫ്റ്റ് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് നിരാശയായിരുന്നു ഒടുവിലത്തെ ഫലം. 36 റൺസിൻ്റെ ഒരു ആധികാരികമായുള്ള വിജയം തന്നെയാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. കളിയുടെ തുടക്കം തൊട്ട് അവസാനം വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് സമ്പൂർണ്ണമായ ഒരു ആധിപത്യം തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഒരു പൊരുതി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് യശസ്വി ജയ്സ്വാളും പിന്നെ ജുറലും മാത്രമാണ് രാജസ്ഥാൻ നിരയിൽ ഒന്ന് ഭേദപ്പെട്ട നിലയിൽ ഒന്ന് പൊരുതിയത്. ഇടയ്ക്ക് വെച്ച് ആദ്യം തുടക്കത്തിൽ രാജസ്ഥാൻ്റെ ബൗളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കുറേ ഫീൽഡിംഗ് പിഴവുകൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ബൗളിംഗ് ഇടയ്ക്ക് ഒന്ന് കയ്യിലേക്ക് മത്സരം കിട്ടിയിരുന്നെങ്കിൽ പോലും പിന്നീട് അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു തുടക്കം ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 133, 134, 150 തന്നെ സ്കോർ ഒതുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ പോലും പിന്നീട് അവസാനത്തെ ഒരു 5 ഓവറിൽ മത്സരം കയ്യിൽ നിന്ന് പോയി. അങ്ങനെയാണ് ഒരു വലിയ സ്കോർ 175 അങ്ങനെ ഹൈദരാബാദ് എത്തുന്നത്. പിന്നീട് ബാറ്റിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ആ ഒരു വലിയ സ്കോറിൻ്റെ ഒരു പ്രഷർ രാജസ്ഥാന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ ഒരു തുടക്കത്തിൽ തന്നെ ഒരു താളം കണ്ടെത്താനായിട്ട് രാജസ്ഥാൻ ബാറ്റേഴ്സിനൊന്നും സാധിച്ചില്ല. പിന്നീട് തുടർച്ചയായി അങ്ങോട്ട് വിക്കറ്റുകൾ തുടരെ പോവുകയായിരുന്നു. സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം തന്നെ, ഹെഡ്മേയറും എല്ലാവരും, പൗലും എല്ലാം തന്നെ പെട്ടെന്ന് നിരാശയോടെ തന്നെ ക്രീസിൽ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത്. അവസാനം ഒരു പേരിനെങ്കിലും ഒന്ന് പൊരുതിയത് ജുറലും മാത്രമാണ്. ഏതായാലും 36 റൺസിൻ്റെ ഒരു സമ്പൂർണ്ണ വിജയം തന്നെയാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഫൈനലിൽ കൊൽക്കത്തയായിരിക്കും ഹൈദരാബാദ് നേരിടാൻ പോകുന്നത്. ശരി, രാജസ്ഥാനെ തോൽപ്പിച്ച് ഹൈദരാബാദ് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. കൊൽക്കത്ത ഹൈദരാബാദ് പോരാട്ടം, ഫൈനൽ പോരാട്ടം ഈ ഞായറാഴ്ച നടക്കും. ജ്യോതിഷാണ് വിവരങ്ങൾ നൽകിയത്.